കുടിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു കപ്പ് ചായ. കഴിച്ചതാണോ? വേണ്ട, ചായ മതി. 2 ഇഡ്ഡലി എടുത്താ ബുദ്ധിമുട്ടാവില്ലല്ലോ? ഏയ് ഇല്ല. വിശന്ന് വലഞ്ഞ് കേറി വന്ന എനിക്ക് അറിഞ്ഞ ആഹാരം തരാൻ തയ്യാറായ പെൺകുട്ടിയുടെ മനസ്സുണ്ടല്ലോ, അതാടോ തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വില കൂടിയ സ്ത്രീധനം. ഇറങ്ങട്ടെ, നല്ലത് വരും. കണ്ടില്ലേ? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? ഞാനിപ്പോൾ ജസ്റ്റ് ഇന്നലെ മൊബൈലിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വന്ന ഒരു മൂവി ക്ലിപ്പാണ് കേട്ടോ, നമ്മുടെ ഇന്ത്യൻ റുപ്പി എന്നുള്ള സിനിമയിലത്തെ ഒരു ഭാഗം. ഇത് കണ്ടപ്പോൾ എനിക്ക് ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളായിട്ട് കൂട്ടിയണിക്കാൻ എങ്ങനെ ഇരിക്കുന്നു നോക്കി. സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിക്കായിരുന്നു, ഇന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വീടുകളിലേക്ക് അതിഥികൾ വരവൊക്കെ കുറവാ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമ്മള് ആരെങ്കിലൊക്കെ വീടുകളിലേക്ക് വിരുന്ന് പോകും. മാമന്മാരുടെ വീട്, അമ്മായിമാരുടെ വീട്, അങ്ങനെയൊക്കെ ഓരോ വീടുകളിലേക്കൊക്കെ നമ്മൾ വിരുന്ന് പോകും. അപ്പൊ വിരുന്ന് പോകുമ്പോ ഭയങ്കര സന്തോഷമാണ്. അതായത് അവിടെ ചായക്ക് നല്ല കടി ഉണ്ടാവും, നല്ല സാധനങ്ങളൊക്കെ തിന്നാൻ കിട്ടും. അങ്ങനെയൊക്കെ ഒരു സന്തോഷമായിരുന്നു ആ സമയത്ത്. ഇന്നിപ്പോ അങ്ങനെയാണോ? അതായത് ഞാൻ ആലോചിക്കായിരുന്നു ആ പെൺകുട്ടിയുടെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോ, ഇന്നിപ്പോ നമ്മുടെ വീട്ടിലേക്ക് ഒരാള് വരാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വന്നോ എന്ന് വിചാരിക്കും, അതിഥികൾ വന്നു. അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഏതെങ്കിലും വീട്ടിൽ പോയി കഴിഞ്ഞാൽ പച്ചവെള്ളം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. അപ്പൊ നമ്മള് യാഥാർത്ഥ്യമാണ് കേട്ടോ അത്. നമ്മള് കയറി ചെല്ലുമ്പോ വീട്ടിലുള്ള സ്ത്രീകൾ ചോദിക്കും ചായ എടുക്കട്ടെ. അപ്പൊ നമ്മള് നമ്മുടെ മാനേഴ്സിന് നമ്മൾ പറയും, വേണ്ട, ഞാൻ ജസ്റ്റ് ഇപ്പൊ കുടിച്ചിട്ട് വന്നോളൂ. പക്ഷെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും കൂടി നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും, അത് ചായ കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നായിരിക്കും നമ്മുടെ മനസ്സിൽ. കാരണം ഇന്നത്തെ കാലത്ത് നമ്മള് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീം അവിടെ തീർന്നു. അവർക്ക് സന്തോഷമായി, അപ്പൊ നീ ചായയും വേണ്ട, വെള്ളം വേണ്ട, ഒന്നും കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പച്ചവെള്ളം കൊടുക്കില്ല ഇന്നത്തെ കാലത്ത്. എന്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോ പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ഒരുപാട് പേര് അതിഥികളെ അല്ലെങ്കിൽ വീട്ടിൽ വരുന്നവരെ നല്ല രീതിയിൽ സ്വീകരിക്കുന്നവരും അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ന്യൂജൻ സിറ്റുവേഷനില് ഒരു 70% അങ്ങനെ തന്നെയാണ്. അതായത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പച്ചവെള്ളം പോലും അവിടെ നിന്ന് കിട്ടില്ല. പണ്ടൊന്നും ഇങ്ങനെയല്ല. നമ്മള് ഒരു വീടുകളിലേക്ക് കയറി ചെന്നാൽ നമ്മൾ ചോദിക്കും ചായ വേണം. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് നമ്മൾ പറയും വേണ്ട, ഒന്നും എടുക്കണ്ടെന്ന് നമ്മൾ പറയും അല്ലേ. പക്ഷെ അത് സാരില്ല, ഒരു ചായ കുടിച്ചോ, ഒരു ചായ കുടിച്ചിട്ട് പോയാൽ മതി. ആ ചായ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം, അതും പറ്റിക്കാന്നുണ്ടെങ്കിൽ ഗൾഫുകാരുടെ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറയും എന്താ ഒരു ടാങ്ക് കലക്കട്ടെ, ടാങ്കാണെന്ന്. അപ്പൊ അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പോഴത്തെ ആൾക്കാരുടെ ചിന്താഗതി മാറിയത്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ബന്ധങ്ങള്, റിലേഷൻസ്, അതിലൊന്നും വലിയ വാല്യൂ ഒന്നുമില്ല. സ്വാർത്ഥത മാത്രം, സെൽഫിഷ്നെസ്, സ്വന്തം കാര്യം സിന്ദാബാദ്. വീട്ടിൽ കയറി വരുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പോലും ഉള്ള ഒരു മാന്യതയോ അല്ലെങ്കിൽ ഒരു ചിന്താഗതിയോ ഇന്നത്തെ കാലത്തെ ആൾക്കാർക്ക് പലരിലും ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ തിലകൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നമ്മള് സ്ത്രീധനം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല, വിശന്ന് പറഞ്ഞു വരുന്ന ഒരാൾക്ക് അറിഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ കാണിക്കുന്ന മനസ്സാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ത്രീധനം എന്ന്. അപ്പൊ ഇന്നത്തെ യുവാക്കളോട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ, നിങ്ങള് 150 പവനോ 250 പവനോ ഒന്നും കൊണ്ടുവന്നിട്ടൊന്നും ജീവിതത്തിൽ കാര്യമില്ല. നമ്മുടെ കുടുംബം നോക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഇതിപ്പോ ഞാൻ പറഞ്ഞു വെച്ചിട്ട് ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണെന്നല്ലാട്ടോ ഞാൻ പറയണേ. പെണ്ണുങ്ങൾ മാത്രമല്ല, ആണുങ്ങൾക്കും വരുന്ന അതിഥികളെ സൽക്കരിക്കാം, ട്രീറ്റ് ചെയ്യാം. അപ്പോ ലോകത്തുള്ള എല്ലാവരും ഇതുപോലെ എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴത്തെ ഒരു 60% അല്ലെങ്കിൽ 70% ആൾക്കാരും ഇതുപോലെ തന്നെയാണ്. അതായത് ആരെങ്കിലും അതിഥികൾ കയറി വന്നാൽ ശല്യം കയറി വന്നു എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ 70% ഉള്ളവരും. ആര് അങ്ങനെയല്ല എന്ന് പറഞ്ഞാലും കാര്യമില്ല. നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരാളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുമ്പോഴാണ് മനുഷ്യനാവുന്നത്, അല്ലാതെ അയാൾ ചോദിച്ചു വാങ്ങുമ്പോഴല്ല. അപ്പൊ ഇനിയെങ്കിലും നമ്മളത് മനസ്സിലാക്കിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കാം. ഓക്കെ, ബൈ.